కమలాకుచ సూచుక కుంకుమతో నియతారుణితాతుల నీలతనో കമലായതലോചനലോകപദേ കാപ്പി എടുത്തു വെച്ചിരിക്കുന്നു. നീ എതുക്കെന്നെ മാമീന്ന് കൂപ്പിടായ്? ഞാനും ഉനക്ക് സ്വന്തമാ? അല്ല, സരസ്വതി വിളിക്കുന്ന കേട്ട് വിളിച്ചതാ. സരസ്വതി അപ്പി വിളിച്ചോട്ടെ, അവൾ എനിക്ക് സ്വന്തം. പുറമക്കാരെ എന്നെ മീനാക്ഷി അമ്മാന്ന് വിളിച്ചാ മതി. ഇതെന്നാ കളിയാ മാമി പറയുന്നേ? ഞങ്ങൾ അങ്ങനെ പുറമക്കാരാവും? പിന്നെ സരസ്വതി ഒരു തെറ്റ് ചെയ്ത് അത് ഞങ്ങൾ അങ്ങ് ക്ഷമിച്ചു എന്ന് വെച്ച് ക്രിസ്ത്യാനികളെ മുഴുവൻ അങ്ങ് തലയിൽ തൂക്കി വെക്കാൻ പറ്റുമോ? ദേ അമ്മിയാരെ ഒരുമാതിരി ഇന്ദിര വർത്താനം പറയരുത് കേട്ടോ. ഞങ്ങള് തിരുസഭയിൽ സ്ഥാനമുള്ള കുടുംബക്കാരാ. അപ്പുകുട്ടാ, ഇന്ന് കാപ്പി ആരായിട്ടത്? നേര് പറയാലോ, ഈ അമ്മ തന്നെയാണ് ഇന്ന് കാപ്പി ഉണ്ടാക്കിയതും എടുത്തു വെച്ചതും ഒക്കെ. ക്രിസ്ത്യാനികൾ തൊണ്ണൊന്നും ഞങ്ങൾ കഴിക്കാറില്ല. നീ ചെന്ന് കാപ്പിക്ക് വേറെ വെള്ളം വെക്കേ. അപ്പുകുട്ടാ, കാപ്പി ഒരു പ്രാവശ്യം ഉണ്ടാക്കിയതല്ലേ, ആവശ്യക്കാർ കുടിച്ചോളും. നീ കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ടേ. അപ്പുകുട്ടാ, ഞാൻ പറയട്ടെ, ആദ്യം നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തി, എന്നിട്ട് അപ്പുകൂട്ടനെ വിളിക്കേ. അപ്പോഴേക്ക് അപ്പുകൂട്ടന്റേതായ ചില തീരുമാനങ്ങൾ എടുക്കട്ടെ. ഉണക്ക പൊട്ടത്തി. അപ്പമോളെ, ഇതൊക്കെ ഞാൻ ചെയ്യില്ലേ? എന്നാ ഞാൻ ചെയ്താൽ ശരിയാവത്തില്ലയോ? കണ്ണെഴുതുന്നതും പൊട്ടുകുത്തുന്നതും ഒക്കെ അപ്പൻ ചെയ്യുന്നതാ എന്റെ മോക്ക് ഇഷ്ടം, ഇല്ലേ മോളെ? നേരെ എത്രയെന്നറിയോ? കുളിച്ച് സ്കൂളിൽ പോണ്ടേ? എന്നും ഹെഡ് മിസ്സസിന്റെ ചീത്ത കേൾക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? അവരെന്നാ വാഴയ്ക്ക് അവനെ പറയട്ടെ. ഈ ഫാമിലി ലൈഫിന്റെ ത്രില്ലെന്ന് പറയുന്നത് ആ തത്വത്തിന് അറിഞ്ഞൂടാ. ഉള്ളു മുഴുവൻ അസൂയ. എന്റെ ലീവിന് 2 ആഴ്ചയും കൂടി ഉള്ളൂ. അത് സർക്കാർ അനുവദിച്ചത്. നമുക്കൊരു 3 മാസം എടുക്കാം. അയ്യോ, ഒരയ്യോയും കിയോയും ഇല്ല. എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മുടെ മോളെ ഇവിടെ തനിച്ചാക്കിയിട്ടുള്ള സമ്പാദ്യം ഒന്നും നമുക്ക് വേണ്ട. തന്നെയല്ല, സരസ്വതി ഇപ്പൊ എന്നാ കോലമായെന്നറിയാം. ഞാൻ മോളെയും കളിപ്പിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നാലേ ശമ്പളം ആരും കൊണ്ട് തരും? ചെലവിപ്പോ വളരെ കൂടുതലാ. എത്ര ആളാ വീട്ടില്? തൽക്കാലം ഇയാൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇവരൊക്കെ ഇന്നലെ നാളെ പോകത്തില്ലേ? പിന്നെ മാമിയും ചേച്ചിയും തമ്മില് അത്ര സുഖത്തിലൊന്നും അല്ല കേട്ടോ. ഞാനും കാണുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാരും പെരുമാറണമെന്നില്ലല്ലോ. ഏതാ, അതൊന്നും കാര്യമാക്കണ്ട. ബാക്കി എന്ത് വേണേ സഹിക്കാം. നിന്റെ ഈ മാമന്റെ മോങ്ങലുണ്ടല്ലോ, ആ ചെല്ലു ഇഡലിക്കും സാമ്പാറിനുള്ള സമയമായെന്ന് തോന്നുന്നു. ആഹാ ആഹാ ஐயோ, அபசகனம் அபசகனம். நான் எவ்வளவு கஷ்டப்பட்டு போட்ட கோலம் அதுல துப்பிட்டாங்களே. கழனி என்ன தைரியம் இருந்தா இந்த கோலத்துல துப்புவேன்? ഒന്നും വെറുതെ ഇരിക്കണ്ടേ അമ്മയാരെ? எப்படி வெறுതെ இருக்க முடியும்? പാലക്കാട്ടില് പോയി இந்த மீனாட்சி அம்மா யாருன்னு கேட்டு பாரு, அப்ப சொல்லுவாங்க. എന്നാ അമ്മച്ചി? എന്റെ കുഞ്ഞെ, എനിക്കൊന്നും മനസ്സിലായില്ല. പാലക്കാട്ട് പോയി ചോദിക്കാൻ. ഒന്നും മനസ്സിലായില്ല. എന്റെ കോലത്തിൽ തുപ്പ മാത്രം മനസ്സിലായി. ഉണക്കത്തല്ലേ നിങ്ങളുടെ ഈ ഭരതനാട്യാട്ടം കാരണമാ അത് ഞാൻ ഇട്ടേച്ചും പോയത്. നിർത്ത. ഈ എടി പൊടി വാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുടുംബത്തിൽ പോയി വിളിച്ചാൽ മതി. ഇതെന്റെ മോന്റെ വീട്, അവന്റെ മുറ്റം, എന്റെ വായ. എനിക്ക് ഇഷ്ടമുള്ളടത്ത് എങ്ക ധൈര്യം തുപ്പ് എന്നതാ കാര്യം? ഓരോരുത്തരായി പറ. തോമസൂട്ടി, അമ്മച്ചിക്ക് മനസ്സിലാക്കി വെച്ചാൽ നെഞ്ചുവേദന വരുമെന്ന് നിനക്ക് അറിഞ്ഞുകൂടാടാ. അതെനിക്കറിയത്തില്ല അമ്മച്ചി. ഇപ്പൊ എന്താ നടന്നു പറ. மாப்பிள்ளை எப்படி பாருங்க மாப்பிள்ளை, நான் காலையில எழுந்து கஷ்டப்பட்டு பெருக்கி தண்ணி தெளிச்சு கோலம் போட்டு ഇത്ര ഒന്നും വിസ്തരിക്കാനില്ലടാ. നമ്മുടെ അമ്മച്ചി ഒന്ന് മുറുക്കി തുപ്പിപ്പോയി. അമ്മച്ചിക്ക് മുറിക്കാ പിന്നെ തുപ്പണ്ടായോ? ഓ, അത് അവരുടെ ഉണ്ടാ എന്തോന്നേലായി. பாத்தீங்களா மாப்பிள்ளை, இந்த கோலத்தை பாத்தீங்களா? ആയി പോച്ചേ. എടി സൂചി, നീ അകത്ത് എടുത്ത് വെള്ളം എടുത്തോണ്ട് കഴുകിക്കളാ. എന്നിട്ട് മാമിയുടെ മനസമാധാനമായിട്ട് ഇഷ്ടം പോലെ എന്തോന്നാ അതിന്റെ പേര്, ഒരു കോലം വരച്ചു വെക്കേ. എന്നതാ ഇത്? ഇങ്ങനെയുള്ള നിസ്സാര കാര്യത്തിനൊക്കെ വഴക്കണം തുടങ്ങിയാല് ഈ വീട്ടില് ഇന്ന ജാതി ഇന്ന ദൈവം എന്നൊരു വ്യത്യാസമില്ല. ആർക്കേത് ദൈവത്തെ എപ്പ വേണേ എവിടെ വെച്ച് എങ്ങനെ വേണേ പൂജിക്കാം. 9:30 ആയി. അയ്യോ, வந்தாங்க இவங்க. என்ன மாமி இது? சும்மா இருங்க மாமி. നേരെയാണോ അമ്മച്ചി? നേരെയൊക്കെ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടെ വലുത് വെക്കായിരുന്നു. ഓ, ഇനി ഇതൊക്കെ മതി. ഇല്ലടി സൂസി? ശരി ചേച്ചി. എടാ റോസേ, ഓ, നമുക്ക് ഇവിടുത്തെ പള്ളിയിലെ അച്ഛനെ വിളിച്ച് വീടൊന്ന് വെഞ്ചരിപ്പിക്കണ്ടായോ? ഞാനും അത് തന്നെ ആലോചിക്കുമായിരുന്നു അമ്മച്ചി. ഓ, എന്റെ ഈശോയെ തെളി വരുമല്ലോ.
நீ இங்க இருந்து என்னடா பிரயோஜனம்? அதான் நானும் கேக்குறேன். நீயும் இங்க இருந்த என்ன பிரயோஜனம்? சீக்கிரம் வீட்டுக்கு போயிடு. சும்மாரா. இந்த ஊர்ல சாஸ்திரிகள் எங்க இருக்காரு? எதுக்கு? இந்த வீட்ல ஒரு நவக்கிரக ஹோமம் பண்ணணும். ഇതാണ് ഈ മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. മുറ്റത്ത് കോലം, വാതുക്കൽ ക്രിസ്തു, ഇനി ഒരു മുസ്ലിം കൂടി. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് എവിടെ വെച്ചാ കണ്ടിട്ടുള്ളതെന്ന് ഓർമ്മയുണ്ടോ? ഉണ്ടാവില്ലല്ലോ പപ്പനാവൻ നായരെ. ദേ, നായരെന്ന് തന്നെ വിളിക്കരുത്. ഞാനൊരു പുരോഗമനവാദിയാ. മാഷ ഒന്ന് കാണാൻ നേരിട്ട് വന്നതാ. ഇന്ന് സ്കൂളുള്ള കാര്യം മറന്നുപോയി. ഇനിയിപ്പോ സ്കൂളിൽ പോയി കണ്ടോളാം. ഇല്ലെങ്കിൽ നാളെ ഇവിടെ വരാം. മാഷ്കർ കത്തുണ്ടെന്ന് തോന്നുന്നു. സുബ്രഹ്മണ്യ അയ്യ, ഇതാരിത്? എനിക്കെങ്ങനെ അറിയാം? അത് ഞാനൊന്ന് ചോദിച്ചില്ല അങ്ങോട്ട്. ചേടാ, ഇത് ഭാഗ്യലക്ഷ്മിയുടെ കല്യാണത്തിന്റെയാ. ഏതാ ഈ ഭാഗ്യലക്ഷ്മി? ഞാൻ പറഞ്ഞിട്ടില്ലേ പണ്ട് പഠിക്കുമ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരിയെ പറ്റി. ഞങ്ങൾ ഒരുമിച്ച് സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്തതും അപ്പ വഴക്ക് പറഞ്ഞൊക്കെ അവളുടെയാ. നല്ല സ്വഭാവമുള്ള കുട്ടിയാ. എന്ത് രസാന്നറിയോ അവളെ കാണാൻ. നല്ല നീണ്ട മുടിയൊക്കെ ആയിട്ട് ഭയങ്കര മിടുക്കിയായിരുന്നു. നമ്മൾ തമ്മിൽ അടുപ്പായപ്പോ ഞാൻ ആദ്യം എഴുതിയത് അവൾക്കാ. ശരിക്കും പറഞ്ഞാ അവളാ എനിക്ക് ധൈര്യം തന്നത്. അത് കൊള്ളാമല്ലോ. ഞങ്ങള് പണ്ട് എപ്പോഴും പറയാറുണ്ടായിരുന്നു, അവളുടെ കല്യാണത്തിന് ഞാനും എന്റെ കല്യാണത്തിന് അവളും തീർച്ചയായും ഉണ്ടാവുന്നു, ലോകത്ത് എവിടെയായാലും. എന്നിട്ട് നമ്മുടെ കല്യാണത്തിന് ആ കക്ഷിയെ കണ്ടില്ലല്ലോ. അങ്ങനെ കാണിക്കാവുന്ന ഒരു കല്യാണമായിരുന്നു നമ്മുടെ. വീട്ടിൽ നിന്ന് ഓടിപ്പോന്ന് രജിസ്റ്റർ ഓഫീസിൽ വന്ന് ഒപ്പിടുമ്പോ ആരും കാണല്ലേന്നല്ലേ പ്രാർത്ഥിച്ചിരുന്നത്. സത്യം. പക്ഷെ ലക്ഷ്മി വാക്ക് വലിച്ചു. എന്നായി കല്യാണം? അടുത്ത ഞായറാഴ്ച. നമുക്ക് പോവാന്നേ. സത്യം? കുറി ആർക്കാന്ന് നോക്ക്. മിസ്സിസ് ആൻഡ് മിസ്റ്റർ തോമസ് കുര്യൻ MA.B.Ed. ഏതായാലും നമ്മുടെ വീട്ടുകാർ നമ്മളെ അംഗീകരിച്ചു. ഇനി ഈ കല്യാണത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് സമുദായം കൂടി നമ്മളെ അംഗീകരിക്കുമെങ്കിൽ നമ്മളായിട്ട് എന്നാത്തിനാ വേണ്ടാന്ന് വെക്കുന്നേ? നമ്മൾ പോകുന്നു. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഒന്ന് പുറത്തേക്ക് വന്നാൽ. ഇത് കഴിഞ്ഞ ഉടനെ വരാം. അതിന്റെ അല്ല, നമുക്ക് അടുത്ത പന്തിയിലിരിക്കാം. ഇവിടെ ആദ്യത്തെ പന്തി ബ്രാഹ്മണർക്കുള്ളതാ. കൂട്ടത്തിൽ മാഷ് ഇരിക്കുന്നുണ്ട് ചിലർക്കൊക്കെ ഒരു വിഷമം. ഒന്നും കഴിച്ചില്ലല്ലോ.
നമ്മൾ അവിടെ പോയിട്ടില്ല എന്ന് വിചാരിച്ചാ മതി. സംസ്കാരമല്ല ഒന്നിനും, അതുകൊണ്ടാ. ഇനി ഇങ്ങനെ ഒരു കാര്യത്തിനും നമുക്ക് പോണ്ട. ഇങ്ങനൊന്നും പറയാണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഒന്നെനിക്ക് മനസ്സിലായി, ചില അവസരങ്ങളിലെങ്കിലും നമ്മൾ രണ്ടും രണ്ടാ, എത്ര ശ്രമിച്ചാലും. അല്ല, നമ്മൾ രണ്ടും ഒന്നാ. എന്തിനെങ്കിലും വേണ്ടാത്തൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ പോയത്. നേരിട്ട് ക്ഷണിച്ചതാണ്, സമുദായം അംഗീകരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു ആരാ? എന്നിട്ടിപ്പോ ഓരോന്ന് പറഞ്ഞു എന്നെ. എന്നാത്തിനാ കരയുന്നേ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയില്ലല്ലോ. ആ, കഴിഞ്ഞാൽ കഴിഞ്ഞു, സാരമില്ല.